നമസ്കാരം, ഞാൻ ഡോക്ടർ എൽസ മേരി കുര്യൻ. ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ കേരളം ഇന്ന് ലഹരിയുടെ പിടിയിൽപ്പെട്ട് ഉഴലുകയാണ്. സ്കൂളിൽ നിന്ന് കിട്ടിയ ചോക്ലേറ്റ് കഴിച്ച കോട്ടയത്തെ 4 വയസ്സുകാരൻ അബോധാവസ്ഥയിലാവുകയും പിന്നീട് ഇപ്പോൾ ബ്ലഡ് പ്രഷറിനുള്ള മരുന്ന് സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. 9ാം ക്ലാസ്സുകാരനായ സഹോദരൻ ലഹരിക്കടിമപ്പെട്ട് സഹോദരിയെ പീഡിപ്പിച്ചു. ലഹരി വിരുദ്ധ കേന്ദ്രത്തിൽ അയച്ചതിൻ്റെ പ്രതികാരമായി ചേട്ടൻ താമരശ്ശേരിയിൽ അനിയനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരിക്കുന്നു. ഇന്ന് കാസർഗോഡ് 10ാം ക്ലാസ്സിലെ കുട്ടികൾ സെൻഡ് ഓഫ് പാർട്ടി നടത്തിയത് MDMA ഉപയോഗിച്ചാണ്. കോഴിക്കോട് യുവ ഡെന്റിസ്റ്റാണ് MDMAയുമായി പിടിയിലായത്. എന്താണ് MDMA? ഇത് ഒരു സിന്തറ്റിക് ഡ്രഗാണ്. 3,4-മെത്തിലീൻ ഡയോക്സി ആംഫിറ്റാമിൻ. MDMA എന്നത് ഇന്ന് കേരളത്തിൽ എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു പേരായിരിക്കുന്നു. ഈ MDMA ഉപയോഗിക്കുന്നവർ ഒരു തവണ ഇത് ഉപയോഗിച്ചാൽ അതിനടിമപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദൂഷ്യവശം. ഇത് നമ്മുടെ ശരീരത്തിൽ പ്രധാനമായും 2 രീതിയിലുള്ള എഫക്ട്സ് ആണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ഇമ്മീഡിയറ്റ് എഫക്റ്റ്, 2 ഡിലേഡ് എഫക്റ്റ്. പണ്ട് പഞ്ചാബായിരുന്നു ഇന്ത്യയുടെ ലഹരി തലസ്ഥാനമെങ്കിൽ ഇന്നത് നമ്മുടെ കേരളമാണ്. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും ഈ ലക്ഷണങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. MDMA ഉണ്ടാക്കുന്ന ഇമ്മീഡിയറ്റ് എഫക്ട്സ്, അതായത് ഈ ഡ്രഗ് 2 രീതിയിലാണ് ആളുകൾ ഉള്ളിലേക്ക് എടുക്കുന്നത്. ഒന്ന് മൂക്കിലൂടെ വലിച്ചു കയറ്റിയും അല്ലെങ്കിൽ വായിലൂടെ സ്വാലോ ചെയ്യുന്ന രീതിയിലും. ഈ 2 രീതിയിലാണെങ്കിൽ പോലും 6 മുതൽ 8 മണിക്കൂർ വരെ ഇത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന കുറച്ച് എഫക്റ്റുകളുണ്ട്. അതാണ് ഇമ്മീഡിയറ്റ് എഫക്ട്സ് എന്ന് പറയുന്നത്. ഇതുണ്ടാക്കാൻ കാരണം ഇത് ബ്രെയിനിൽ ചെല്ലുകയും അവിടുത്തെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സായ ഡോപ്പമിൻ, സെറട്ടോണിൻ, നോറെഫിനെഫ്രിൻ എന്നിവയെ ധാരാളമായി ഉൽപ്പാദിപ്പിക്കുകയും, അതായത് ഒരു ഫ്ലഡിങ് അല്ലെങ്കിൽ ഒരു പൂളിംഗ്, ഒരു റഷ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ബ്രെയിനിൽ ഉണ്ടാകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഉത്തേജനാവസ്ഥ. 2 രീതിയിലാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഒന്ന്, ഇതൊരു സ്റ്റിമുലൻ്റ് ആയിട്ടും, 2 ഒരു ഹാലൂസിനേഷൻ ക്രിയേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് MDMA ഡിസൈനർ ഡ്രഗ് എന്നും ക്രിയേറ്റിവിറ്റി ഡ്രഗ് എന്നും അറിയപ്പെടുന്നത്. ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ നമുക്ക് 6 മുതൽ 8 മണിക്കൂർ വരെ നിൽക്കുന്ന ആ ഇമ്മീഡിയറ്റ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലിനിക്കലി നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട 2 എഫക്ട്സ് എന്ന് പറയുന്നത് ഇവരുടെ ഹൃദയമിടിപ്പ് കൂടുക, ബ്ലഡ് പ്രഷർ കൂടുക, രക്തസമ്മർദ്ദം കൂടുക. ഇത് 2മാണ് ക്ലിനിക്കലി നമ്മൾ പ്രധാനമായും കാണുന്നത്. പ്രധാനമായിട്ടും ഇവരുടെ ബോഡി ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും, മസിൽസ് എല്ലാം ടൈറ്റ് ആയിരിക്കും. 2015 ഇറങ്ങിയ പ്രേമം എന്ന സിനിമയിൽ ഈ ലക്ഷണങ്ങൾ വളരെ വൃത്തിയായി കവിത പോലെ പറയുന്നുണ്ട്. അതായത് കണ്ണ് ചുവക്കുന്നു, പല്ല് കടിക്കുന്നു, മുഷ്ടി ചുരുട്ടുന്നു, ആകെ വിയർക്കുന്നു, നാഡീഞരമ്പ് വലിഞ്ഞു മുറുകുന്നു. അതാണ് മസിൽ ടൈറ്റ്നസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേശികളാകെ ഉരുണ്ട് കയറുന്നു, സെയിം മസിൽ ടൈറ്റ്നസ് തന്നെ. ചങ്കിനകത്ത് താളമടിക്കുന്നു, അതായത് ഹൃദയമിടിപ്പ് കൂടി വരുന്നു. പെരുവിരൽ പെരുത്തു കയറുന്നു, സ്റ്റിമുലേഷൻ ആണ് അത് പറയുന്നത്. അവസാനം പറയുന്ന ഒരു വരിയുണ്ട്, വെളിച്ചപ്പാട് പോലെ ഉറഞ്ഞു തുള്ളുന്നു. ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഒരു വെളിച്ചപ്പാട് പോലെ, അതായത് ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത്. ഇതാണ് പലപ്പോഴും അക്രമവാസനയായി മാറുന്നത്. മറ്റൊരു പ്രധാന ലക്ഷണം കാണുന്നത് ഇവർക്ക് ഉറക്കമുണ്ടാകുകയില്ല. രാത്രി മുഴുവൻ വേണമെങ്കിൽ ഇവർ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ഇതുകൊണ്ടാണ് പബ്ബിലും ഡാൻസ് ബാറിലും ഒക്കെ പോകുന്നവർ MDMA എടുക്കുകയും രാത്രി മുഴുവൻ കിടന്ന് ഡാൻസ് കളിക്കാനുള്ള എനർജി അവർക്ക് കിട്ടുകയും ചെയ്യുന്നത്. ഇതിൻ്റെ മറ്റൊരു ഭീകരമായ ലക്ഷണമാണ് ഹൈപ്പർ സെക്ഷുവാലിറ്റി. പെർവേർട്ടഡ് സെക്സ് ആവാം, അല്ലെങ്കിൽ ഹൈപ്പർ സെക്ഷുവാലിറ്റി, ഏത് രീതിയിലും ഇത് കാണാം. 6ഉം 8ഉം തവണ പങ്കാളിയെ ക്രൂരമായി പീഡിപ്പിച്ച ശേഷവും സമാധാനമാകാതെ വീണ്ടും ഉപദ്രവിക്കുന്ന ധാരാളം MDMA കേസുകളുണ്ട്. അതുകൂടാതെ മനുഷ്യനാണെന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനങ്ങൾ നടത്തുന്ന ആളുകളുമുണ്ട്. ഇത്രയേറെ അതിക്രമങ്ങളും പ്രകൃതി വിരുദ്ധ പീഡനങ്ങളും നടത്തിയാൽ പോലും ഇത് തിരിച്ചറിയാതെ ഇവരുടെ കൂടെ ജീവിക്കുന്ന ധാരാളം സ്ത്രീകളും നമുക്ക് ചുറ്റുമുണ്ട്. ഇവർക്ക് ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് സ്റ്റേജിൽ, അതായത് ഈ ഒരു ഡ്രഗ് ഉപയോഗിച്ച് 6 മുതൽ 8 മണിക്കൂർ വരെയുള്ള എക്സൈറ്റ്മെൻറ്റ് സ്റ്റേജിൽ ഇവരിൽ പലരും പെയിൻ പോലും അറിയുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ഹൈപ്പർ സെക്ഷുവാലിറ്റി കൊണ്ട് പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയായി വേദനയെടുത്ത് നഖം കൊണ്ട് മാന്തുകയും ഇടിക്കുകയും കുത്തുകയും എല്ലാം ചെയ്താൽ പോലും അവരത് വീണ്ടും അതൊരു സ്റ്റിമുലൻ്റ് ആയിട്ട്, അതായത് ഒരു എനർജി ആയിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് MDMA പോലുള്ള ഡ്രഗ് ഉപയോഗിക്കുന്നവരിൽ നമ്മൾ കാണുന്നത്. ഇതെല്ലാമാണ് ഇമ്മീഡിയറ്റ് എഫക്റ്റ്, അതായത് 6 to 8 അവേഴ്സിൽ ഈ ഡ്രഗിൻ്റെ പ്രഭാവം നിൽക്കുന്ന സമയത്തുള്ള എഫക്റ്റ്. ഡിലേഡ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഒരു 6-8 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ ഡ്രഗിൻ്റെ എഫക്റ്റ് തീരുകയും പിന്നീട് ബാറ്ററിയൊക്കെ വീക്കായി എന്ന് നമ്മൾ പറയുന്ന പോലത്തെ ഒരു സ്റ്റേജിലേക്ക് അവരെത്തുകയും ചെയ്യും. ഇപ്പോഴുണ്ടാകുന്ന ലക്ഷണങ്ങൾ ആദ്യമുണ്ടായിരുന്ന ആ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി സ്റ്റേജിൽ നിന്നും നേരെ തിരിച്ചാണ്. ഇവർ സംസാരിക്കുന്നത് നമുക്ക് പ്രോപ്പറായിട്ട് തിരിയാതെ വരിക, നമ്മൾ എന്ത് സംസാരിച്ചാലും എന്ത് വിളിച്ചാലും പറഞ്ഞാലും കേൾക്കാത്ത രീതിയിലുള്ള ഒരു അശ്രദ്ധ,
ഒരു കാര്യത്തിനും ഒരു കോൺഫിഡൻസ് ഇല്ലാതെ വരിക. അതായത് ഇപ്പോൾ ഒരു സ്കൂട്ടർ ഓടിക്കാനോ അല്ലെങ്കിൽ ഒരു കാർ ഓടിക്കാനോ ഒരു സൈക്കിൾ ചവിട്ടാൻ പോലും, ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് പോലും ഇത് ചെയ്യാൻ പറ്റാതെ വരിക, കോൺഫിഡൻസ് ഇല്ലാതെ വരിക, ആളുകളുടെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ലാതെ വരിക, നല്ലൊരു ശതമാനം ആളുകളിലും വിഷാദം പോലുള്ള ലക്ഷണങ്ങൾ കാണുക, ഓർമ്മയുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുക. കൂടാതെ സെൽഫ് കെയർ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സെൽഫ് കെയർ ഇല്ലാതിരിക്കുക എന്നുള്ളത് ആഫ്റ്റർ എഫക്റ്റിൽ വളരെയധികം കാണുന്നൊരു കാര്യമാണ്. മുടി ചീകാതിരിക്കുക, നഖം വെട്ടാതിരിക്കുക, അല്ലെങ്കിൽ കുളിക്കാതിരിക്കുക, ബെഡ്ഷീറ്റ് പില്ലോ കവർ മാറ്റാതിരിക്കുക, റൂം ക്ലീൻ ആക്കാതെ ഇടുക, വാരി വലിച്ചിടുക, എല്ലാം ഓർഗനൈസ് ചെയ്യാതെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് സാധാരണയായി കണ്ടുവരാം. ഇനി നമ്മൾ ടീനേജേഴ്സിനെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ആളുകളും മുറിയിൽ അടച്ചിട്ടിരിക്കാനായിരിക്കും താല്പര്യപ്പെടുന്നത്. പുറത്തേക്ക് വരാനോ സമൂഹവുമായിട്ട് ഇടപഴകാനോ ഒരു പക്ഷേ അവർക്ക് മാനസികമായി അവർ തയ്യാറാകണം എന്നില്ല. അവരുടെ മുറിയിലേക്ക് മറ്റാരെയും കയറ്റാതിരിക്കുക, സീക്രട്ട് കോണ്ടാക്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ പൊട്ടിത്തെറിക്കുക. ഒരുപക്ഷെ എല്ലാവരും കൂടി ഇരുന്ന് അത്താഴം കഴിക്കുന്ന ഒരു സമയത്ത് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ അത് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. ഇൻ കേസ് റെസ്പോണ്ട് ചെയ്താൽ പോലും ആ ഒരു റിയാക്ഷൻ ടൈം വളരെ കൂടുതലായിരിക്കും. കുറേ നേരം ആലോചിച്ച ശേഷമായിരിക്കും. പക്ഷെ നമ്മൾ ഒരു പക്ഷേ ഉപ്പ് ഇങ്ങോട്ട് എടുത്തേ എന്ന് പറഞ്ഞാൽ ഉപ്പെന്താണെന്നോ പോലും അറിയാത്തൊരു രീതിയിലുള്ള പെരുമാറ്റമായിരിക്കും അവരിൽ നിന്നുണ്ടാകുക. അതായത് ശ്രദ്ധയില്ലാത്തൊരവസ്ഥയിലേക്ക് വരിക, ഇൻട്രോവേർട്ടഡ് ആയി പോവുക, സംസാരം കുറയുക, മാർക്ക് കുറയുക. ഇത്തരം ലക്ഷണങ്ങളാണ് കൂടുതലും നമ്മൾ ഡിലേഡ് ആയിട്ട് കാണുന്നത്. അപ്പം ഇത്തരം ലക്ഷണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ ഇത്തരം ഡ്രഗുകൾക്ക്, MDMA പോലുള്ള ഡ്രഗുകൾക്ക് അടിമയായിരിക്കാം. നമ്മുടെ സുരക്ഷയ്ക്കും സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്കും വേണ്ടി എപ്പോഴും നിങ്ങളുടെ കണ്ണുകൾ തുറന്നു വയ്ക്കുക. ഒരു പക്ഷേ നമുക്ക് ഈ യുവതലമുറയെ ഇതിലൂടെ കുറേയൊക്കെ രക്ഷപ്പെടുത്താൻ സാധിച്ചേക്കും. താങ്ക് യു.